നമസ്കാരം, എൻ്റെ പേര് ഷാജി. ഞാൻ തൃക്കലങ്ങോട് മാനവേദൻ യു പി സ്കൂൾ അധ്യാപകനാണ്. ഇന്നിവിടെ നടക്കുന്ന നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറിയിൽ നടക്കുന്ന എലക്ഷൻ ക്ലാസ്സിൽ പങ്കെടുത്തു. നമ്മുടെ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ 19 നടക്കാൻ പോകുന്ന ബൈ ഇലക്ഷനിൽ എന്തെല്ലാമാണ് ഓരോ പോളിംഗ് ഓഫീസേഴ്സും ചെയ്യേണ്ടത് എന്നായിരുന്നു പ്രത്യേകമായി ക്ലാസ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് 3 റിസോഴ്സ് പേഴ്സൺസ് ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. 3 പേരും അവരുടെ ശക്തമായ രീതിയിൽ, വളരെ നല്ല രീതിയിൽ എന്തൊക്കെയാണോ വരാൻ പോകുന്ന ഈ മാസം, അതായത് ജൂൺ 19 തീയതി നിലമ്പൂർ ബൈ ഇലക്ഷനിൽ പോളിംഗ് ഒഫീഷ്യലായി ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് പ്രൊജക്ടറിൻ്റെ സഹായത്തോടെ വളരെ ക്ലിയറായിട്ട്, വ്യക്തമായിട്ടും സുതാര്യമായിട്ടും ഞങ്ങൾ പറഞ്ഞു തന്നു. ആ ക്ലാസ്സിന് ശേഷം വീണ്ടും അവർ ഞങ്ങളെ മുൻകൂട്ടി തയ്യാറാക്കിയ റൂമിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ കൺട്രോൾ യൂണിറ്റ്, അതേപോലെ ബാലറ്റ് യൂണിറ്റ്, അപ്പോൾ അതിനിടയിൽ എങ്ങനെയൊക്കെയാണ് കൺട്രോൾ യൂണിറ്റ്, VVPAT ബാലറ്റ് യൂണിറ്റ് ഘടിപ്പിക്കുക, അതെങ്ങനെ പ്രവർത്തിപ്പിക്കുക, എന്തൊക്കെയാണ് നമ്മൾ മോക്ക് പോളിംഗ് സമയത്ത് ചെയ്യേണ്ടത്, അതൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും, സാധാരണ രീതിയിൽ നമുക്കറിയാം ഈ ഒരു വോട്ടിംഗ് മെഷീൻ്റെ സുതാര്യതയെപ്പറ്റി വളരെയധികം പരാതിയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പരാതിക്കൊന്നും ഇടയില്ലാത്ത വിധം വളരെ സുതാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ നമ്മൾ ഈ ഇലക്ഷന് പോകുമ്പോൾ വളരെ സുതാര്യമായ രീതിയിലാണ് ഈ വോട്ടിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് വോട്ടിൻ്റെ കണക്കുകൾ, അതിനുശേഷം റിസൾട്ട്, അതിൻ്റെ എല്ലാ പ്രൊസീജിയറും വളരെ സുതാര്യമാണെന്നും കുറ്റമറ്റ രീതിയിലാണെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് നമ്മളെ പോളിംഗ് ഏജൻറ്റുമാരെയും അതേപോലെ തന്നെ മറ്റുള്ള അതോറിറ്റീസിനെയും ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ക്ലാസ് അവസാനിച്ചത്. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് സംഘടിപ്പിച്ചതിലും അതുപോലെ അത് സുതാര്യ നീതി കുറ്റമറ്റ രീതിയിൽ നടത്താൻ സഹായിച്ചതിനും ഞങ്ങളെ പരിശീലിപ്പിച്ചതിനും നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.